സോ നമുക്ക് നമ്മളെ കാറ്റഗറിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള API കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള പ്ലേലിസ്റ്റ് പഠിച്ചിരുന്നു റിസോഴ്സ് എന്നിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ API റിസോഴ്സ് എന്നിട്ടുള്ള സാധനം ഉണ്ട് നമുക്ക്. അപ്പോൾ അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു കാറ്റഗറി പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണല്ലോ. ആ മോഡലിൻ്റെ ക്രിയേഷനും ഡിലീഷനും അപ്ഡേറ്റും എല്ലാം കൂടി അടങ്ങുന്ന ഒരൊറ്റ APIൻ്റെ കൺട്രോളറിൻ്റെ സംഭവമാണ്. അതെന്താണെന്ന് കാണിച്ചുതരാം. PHP ആർട്ടിസൺ മേക്ക് കൺട്രോളർ കാറ്റഗറി കൺട്രോളർ --റിസോഴ്സ് ഒരു കാറ്റഗറി കൺട്രോളർ ക്രിയേറ്റ് ആയി. ഇതിലിപ്പോൾ ഇൻഡെക്സ്, ക്രിയേറ്റ്, സ്റ്റോർ, ഷോ, എഡിറ്റ്, അപ്ഡേറ്റ്, ഡിസ്ട്രോയ് ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിൽ നമുക്ക് APIയിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ എഡിറ്റ് പറഞ്ഞ സാധനത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈ റിസോഴ്സ് പറഞ്ഞാൽ സാധാ ബ്ലേഡിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സാണ്. അതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ APIയിലോട്ട് വരുമ്പോൾ ഇൻഡെക്സ് ഉണ്ടാവും, സ്റ്റോർ ഉണ്ടാവും, ഷോ ഉണ്ടാവും, അപ്ഡേറ്റ് ഉണ്ടാവും, ഡിസ്ട്രോയ് ഉണ്ടാവും. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഡെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറ്റഗറി ലിസ്റ്റ് ചെയ്യാൻ, സ്റ്റോർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി പുതിയ ക്രിയേറ്റ് ചെയ്യാൻ, ഷോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് കാറ്റഗറി ഗെറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റഗറി അപ്ഡേറ്റ് ചെയ്യാൻ, പിന്നെ ഡിലീറ്റ് ചെയ്യാൻ. ഇത്രയും സംഭവങ്ങളുള്ളത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ലോജിക്ക് ഞാനിവിടെ സെറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒന്നുമില്ല, നമുക്ക് റിട്ടേൺ അത് ഞാൻ കാറ്റഗറീൻ്റെ ഉള്ളിൽ ഇട്ടതല്ലേ. ഓക്കെ, ഒരു മിനിറ്റ്. ഇത് സേവ് നമ്മൾ API ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ API ഉണ്ടാക്കുമ്പോൾ API / കൊടുക്കുക. ഓക്കെ, ഇവിടെയാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ക്രിയേറ്റിൻ്റെ സംഭവം വേണ്ട, ഇത് ബ്ലേഡിന് വേണ്ടിയിട്ടുള്ളതാണ്. എഡിറ്റിൻ്റെ സംഭവം വേണ്ട. ഈ ക്രിയേറ്റ് എഡിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിയേറ്റ് എഡിറ്റ് ചെയ്യാനുള്ള പേജിൻ്റെതാണ്. അത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ റിട്ടേൺ മൈ ഗോഡ്, കാറ്റഗറീസിൻ്റെ ലിസ്റ്റ് ആദ്യം നമുക്ക് എടുക്കാം. കാറ്റഗറീസ് കാറ്റഗറിയോട്ട് ഓൾ എടുത്തു. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ലിസ്റ്റായിട്ട് തന്നെ അതേമാതിരി തന്നെ അങ്ങോട്ട് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതേപോലെ സ്റ്റോർ പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കുന്നതാണ്. അതിന് നമ്മൾ റിക്വസ്റ്റ് തൊട്ട് വാലിഡേറ്റ് ആദ്യം ചെയ്യേണ്ടി വരും. ഒരു കാറ്റഗറി ആ നെയിം വാലിഡേറ്റ് ചെയ്ത് ആ പേരിലൊരു കാറ്റഗറി ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ കാറ്റഗറി റിട്ടേൺ ചെയ്യുന്നു. ഇത് ക്രിയേറ്റ് ചെയ്യാൻ പുതിയ കാറ്റഗറി. ഇനി ഷോ ഒരു കാറ്റഗറിൻ്റെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ID നമ്മൾ ഇവിടുന്ന് വാങ്ങും. ആ ID വെച്ചിട്ടുള്ള കാറ്റഗറി നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യും. പിന്നെ അപ്ഡേറ്റ് നെയിം എന്ന സാധനം വേണമെന്ന് റെക്കോർഡ് കൊടുക്കും. അപ്ഡേറ്റ് ചെയ്യാൻ നെയിമാണല്ലോ, എന്താ ആകതിൽ നെയിമേ അപ്ഡേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് റിക്വയർഡ് വാങ്ങി എന്നിട്ട് നമ്മൾ ആ ID-യിലുള്ള കാറ്റഗറി ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്ത ശേഷം അത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ആ കാറ്റഗറി റിട്ടേൺ ചെയ്യും. അതുപോലെ ഡിസ്ട്രോയ്. ഓക്കെ, കാറ്റഗറി ഡിലീറ്റ്, ഈ ID-യുള്ള കാറ്റഗറി ഗെറ്റ് ചെയ്യും. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് റെസ്പോൺസിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത കാറ്റഗറി എന്തിനാണ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഇതിന് API ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ പോയിട്ട് കാറ്റഗറി എന്നൊരു ഇത് കൊടുക്കുക. എന്നിട്ട് റൗട്ട് ഗെറ്റ് കാറ്റഗറി കൺട്രോളർ നെയിമൊന്നും വേണ്ട, നെയിമൊക്കെ ഒന്നുമില്ല കൊടുത്തോണ്ട് പിന്നെ പിന്നെ അല്ല അപ്പോൾ നമ്മൾ ഒഴിവാക്കിയല്ലോ. നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യില്ല, അവിടെ ഒന്ന് കളയട്ടെ, അവിടെ നിന്നോട്ടെ, മറ്റേത് അടിക്കുഞ്ഞ് അടക്കട്ടെ. ഓക്കെ, ഇത് കാറ്റഗറി ലിസ്റ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് കളക്ഷൻ അവിടെ ആഡ് ഫോൾഡർ അല്ലേ. ഓക്കെ, കാറ്റഗറി ആഡ് റിക്വസ്റ്റ് ലിസ്റ്റ് ബേസ് URL കൊടുക്കുന്നു, കാറ്റഗറി കൊടുക്കുന്നു, സെൻഡ് അടിക്കുന്നു. അപ്പോൾ എറർ അടിക്കുന്നു. അപ്പോൾ ഹെഡറിൽ പോകുന്നു, ആപ്ലിക്കേഷൻ JSON അടിക്കുന്നു. എറർ അടിക്കാൻ കാരണം ടോക്കൺ ഇല്ലാത്തതുകൊണ്ടാണ്. അക്സെപ്റ്റ് ആപ്ലിക്കേഷൻ JSON കൊടുക്കുക. അപ്പോൾ എറർ അൺഓതറൈസ്ഡ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ടോക്കൺ എല്ലായിടത്തും കൊടുക്കാൻ ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സംഭവം ഉണ്ടാക്കും. എന്താ വെച്ചാൽ
ഈ ടോക്കൺ ഉണ്ടല്ലോ, ഈ ടോക്കൺ ഒരു ഈ കാർട്ട് പോവുക, ഇവിടെ വേരിയബിൾ ഉണ്ടാക്കുക ടോക്കൺ പറഞ്ഞിട്ട്, എന്നിട്ട് ഇവിടെ വേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസേഷൻ ഇതിൽ തന്നെ ഓതറൈസേഷൻ ഉണ്ട്, എന്നിട്ട് വേറെ ടോക്കൺ കൊടുക്കുക, എന്നിട്ട് ആ ടോക്കണിൻ്റെ വേരിയബിൾ ഇവിടെ സെറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പോലെ അടിയിലുള്ള എല്ലാ ചങ്ങന്മാർക്കും അത് കിട്ടും. ഓക്കെ, അൺലെസ് ഓല് ഓതറൈസേഷനൊക്കെ ഡിഫോൾട്ടായിട്ട് ഇൻഹെറിറ്റ് ഫ്രം പാരൻ്റ് എന്നാണ്. അതായത് പാരൻറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഇവനാണ് ഇവൻ്റെ പാരൻറ്റ്. അപ്പോൾ ഇവൻ്റെ ഓതറൈസേഷൻ പോകുകയാണെങ്കിൽ ഇവന് ഇൻഹെറിറ്റ് ഫ്രം പാരൻറ്റ്, ഇവനും പാരൻറ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യും. അപ്പോൾ ഇവൻ്റെ പാരൻറ്റ് ഇവനാണ്, ഇവൻ്റെ ആ ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനും ഇതിൻ്റെ ഉള്ളിൽ വരും, ഇതിൻ്റെ ഉള്ളിൽ വരും. ഓക്കെ, ഇനിയിപ്പോൾ ഈ പ്രൊഡക്ട്സിൽ നമ്മൾ സെറ്റ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഹെറിറ്റ് പാരൻ്റ് നാക്കുക, പിന്നെ ഈ പ്രൊഫൈലിലും ഇൻഹെറിറ്റ് പാരൻ്റ് നാക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കണ ഈ ടോക്കണിൻ്റെ വാല്യൂവിനനുസരിച്ചാണ് ഇതിലെല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാറ്റഗറീസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാൻ ഇത് ചെയ്യാൻ. ഓക്കെ, എത്ര സാധനങ്ങൾ റെഡിയാണ് നമ്മൾ ഉണ്ടാക്കി. ക്രിയേറ്റ് ചെയ്യാൻ, സ്റ്റോർ, ഡിലീറ്റ് ചെയ്യാൻ, കാറ്റഗറി എന്നിട്ട് ID കൊടുത്തിട്ടുണ്ട്. ഈ ID ഡൈനാമിക്കലി നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പാസ്സാവും, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട്. ഇവിടെ ഡിലീറ്റ് ചെയ്യാനല്ലേ, ID ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ആ ID വെച്ചിട്ട് നമ്മൾ കാറ്റഗറി ഫൈൻഡ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് ഡിലീറ്റ് ചെയ്തെന്നുള്ള റെസ്പോൺസ് കൊടുക്കും. അതേപോലെ തന്നെ സ്പെസിഫിക് കാറ്റഗറി കിട്ടാൻ ഷോ, ആ സ്പെസിഫിക് ID ഉള്ള കാറ്റഗറി നമ്മൾ ഗെറ്റ് ചെയ്യും, എന്നിട്ട് അത് റിട്ടേൺ ചെയ്യും. ആ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി ഗെറ്റ് ചെയ്ത ശേഷം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള വാല്യൂ ആ കാറ്റഗറി ഫൈൻഡ് ചെയ്ത ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് മെയിനായിട്ടുള്ളത് ഇതിൽ. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം ഡീറ്റെയിൽസ് ഒരു കാറ്റഗറി 1ൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. ഒന്നുമില്ല, 2 ഒന്നുമില്ല. അർത്ഥം ഇവിടെ ഈ ID ഡീറ്റെയിൽസിൽ ഷോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? കാറ്റഗറി ID ഫൈൻഡ്. ഓക്കെ, നമ്മൾ ലിസ്റ്റിലിപ്പോൾ 3 4 ഉള്ളത്. അപ്പോൾ ഈ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ എറർ അടിക്കണം. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഓർ ഫെയിൽ എന്നാക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എറർ അടിക്കില്ല. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഓർ ഫെയിൽ, ഇതിനൊക്കെ ഫൈൻഡ് ഓർ ഫെയിൽ ആക്കാം. അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ എറർ അടിക്കും. നോ റിസൾട്ട് ഫോർ മോഡൽ എന്നിട്ടുള്ളത് ഈ എറർ അടിക്കും. ഓക്കെ, ഇനി ഇത് മാനുവലി ഹാൻഡിൽ ചെയ്യും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവങ്ങൾ എന്ത് ചെയ്യും, മറ്റേ ഇംപ്ലിസിറ്റ് മോഡൽ ബൈൻഡിങ് ഉണ്ടല്ലോ. ഇംപ്ലിസിറ്റ് മോഡൽ ബൈൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലറാവിൽ ബൈൻഡ് ചെയ്യും ആ മോഡലിനെ. ഈ കാറ്റഗറിയിൽ ID വെച്ചിട്ട് ആ മോഡലിനെ ഓട്ടോമാറ്റിക്കായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ ID കൊടുക്കണ പകരം നമുക്ക് ആ കാറ്റഗറി തന്നെ ഇവിടെ എടുക്കാൻ പറ്റും. ഇതൊക്കെ ഫസ്റ്റത്തെ പ്ലേലിസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമുക്ക് അതേമാതിരി കിട്ടും. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അതേപോലെ ഇവിടെയും ആ കാറ്റഗറി അതേമാതിരി കിട്ടും. ഓക്കെ, IDൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇത് അതേപോലെ ഡിലീറ്റ് ചെയ്യുമ്പോഴും ആ കാറ്റഗറി അതേമാതിരി കിട്ടും. ഇംപ്ലിസിറ്റായിട്ട് ലറാവൽ തന്നെ ബൈൻഡ് ചെയ്യും. ലറാവൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ID ഇവിടുന്ന് വരുന്ന ID വെച്ചിട്ട് കാറ്റഗറി ഫൈൻഡ് ചെയ്തിട്ട് ആ കാറ്റഗറി ഇതിനുള്ളിൽ പാസ് ചെയ്ത് തരും. ഓക്കെ, നമുക്ക് 3 ആക്കുക. ഓക്കെ, എന്താ പറയുക ഇവിടെ ഐ തിങ്ക് ഇവിടെ നമ്മൾ കാറ്റഗറി എന്ന് കൊടുക്കേണ്ടി വരും. കാറ്റഗറി ID പകരം കാറ്റഗറി എന്ന് കൊടുക്കേണ്ടി വരും. കാറ്റഗറി. ഓക്കെ, അങ്ങനെ നമ്മൾ ബൈൻഡിങ് വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ബൈൻഡിങ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കാറ്റഗറി എന്ന് കൊടുക്കണം, നല്ല ബൈൻഡിങ് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഒന്നാക്കി കഴിഞ്ഞാൽ നോ റിസൾട്ട് ഫൗണ്ട് എന്നുള്ള എറർ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇംപ്ലിസിറ്റ് മോഡൽ ബൈൻഡിങ് വെച്ചിട്ട് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് ID വെച്ചിട്ട് വാങ്ങി ID വെച്ചിട്ട് ഇവിടുന്ന് ഫൈൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായിരിക്കും നല്ലത് കേട്ടോ. ഈ ID വെച്ചിട്ട് ഫൈൻഡ് ചെയ്തിട്ടായിരിക്കും നല്ലത്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇംപ്ലിസിറ്റ് ആയിട്ട് ലറാവൽ തന്നെ ഫൈൻഡ് ചെയ്യേണ്ട സംഭവം കൂടി ഉണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നമ്മളെ ഫസ്റ്റത്തെ പ്ലേലിസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെയിം കൺസെപ്റ്റിനാണ് APIയിലും വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ പേര് ഇൻഡെക്സ്, സ്റ്റോർ, ഷോ, അതേപോലെ അപ്ഡേറ്റ്, ഡിസ്ട്രോയ് എന്നുള്ളത് വളരെ ഞാൻ ആദ്യം തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. കാരണം റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഫംഗ്ഷൻ്റെ പേര് അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലുള്ള മെച്ചം
ഞാൻ ഓൾറെഡി ഫസ്റ്റത്തെ പ്ലേലിസ്റ്റ് വീഡിയോയിൽ ഈ ഒരു സംഭവം ബ്ലേഡിനായിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് റിസോഴ്സ് API റിസോഴ്സ് സെൻറ്റർ ഉണ്ടാക്കാം. API റിസോഴ്സ് സെൻറ്റർ ഉണ്ടാക്കിയിട്ട് കാറ്റഗറീസ് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറീസ് എന്നാണ് കേട്ടോ അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എല്ലാം വർക്ക് ചെയ്യും. ലിസ്റ്റ് കാറ്റഗറീസിൻ്റെ ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്നുമില്ല, ഈ API റിസോഴ്സ് കൊടുക്കുമ്പോൾ ലിസ്റ്റ് ഗെറ്റ് ചെയ്യുമ്പോൾ ഈ കൺട്രോളറിൽ പോയിട്ട് ഇൻഡെക്സ് എന്ന ഫംഗ്ഷൻ തപ്പും, അത് എക്സിക്യൂട്ട് ചെയ്യും. അതേപോലെ ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്യുമ്പോൾ കൺട്രോളറിൽ ഷോ ആയിട്ടുള്ള ഫംഗ്ഷൻ തപ്പും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അതേപോലെ ഡിലീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കൺട്രോളിൽ ഇത് ഡിലീറ്റ് ഉണ്ട്, അത് ആദ്യം നമുക്ക് പുട്ട് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ കൺട്രോളറിൽ എഡിറ്റ് എന്നല്ല നമുക്ക് പേര് ഇങ്ങനെ തന്നെ കൊടുക്കാം. അപ്ഡേറ്റ് ഓക്കെ, അതിലുള്ള പേര് തന്നെ കൊടുക്കുക. ഏകദേശം സിമിലറായിട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ അതേമാതിരി കൊടുക്കാം കേട്ടോ. ഇവിടെ ഇൻഡെക്സ് അതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നുകൂടി. അതേപോലെ ഡീറ്റെയിൽസിൻ്റെ ഷോ അപ്ഡേറ്റ്. ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ പേരെന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ എറർ അടിക്കും. നെയിം ഫീൽഡ് റിക്വയർഡ്. കാറ്റഗറിൻ്റെ പേര് ഇപ്പോൾ കാറ്റഗറിൻ്റെ പേര് മാറി. ഓക്കെ, സ്ലഗ് മാറില്ല, അത് മാറാൻ അതിൻ്റെ ലോജിക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, തൽക്കാലം അവിടെ വെക്കട്ടെ. പിന്നെ നമുക്ക് ഡിലീറ്റ് ഉള്ളത് ഡിലീറ്റ് ഇത് ഞാൻ തിരിച്ച് ഫാഷൻ തന്നെ ആക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കാറ്റഗറിൻ്റെ ഓക്കെ. ഡിലീറ്റ് ഉള്ളത് ഡിലീറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. അതിന് മുമ്പ് നമുക്ക് മറ്റേ ക്രിയേറ്റും കൂടി സെറ്റ് ചെയ്യാം. ക്രിയേറ്റ് സെയിം ഇൻഡെക്സിൻ്റെ സെയിം APIയിലോട്ട് തന്നെ ക്രിയേറ്റും കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഫോം ഡാറ്റ അല്ലെങ്കിൽ റോ ആയിട്ടോ കൊടുക്കുക. ഫോം ഡാറ്റ കൊടുക്കുന്നത് ഞാൻ ഫോം ഡാറ്റ കൊടുക്കുക. റോ ആയിട്ടാണെങ്കിൽ ജേസനായിട്ട് കൊടുക്കണം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കിച്ചൺ കൊടുക്കുക. സ്ലഗ് ഡസ് നോട്ട് ഹാവ് ഡിഫോൾട്ട് വാല്യൂ. സ്ലഗ് കൂടിയും പാസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോറിൽ സ്ലഗും കൂടി വാങ്ങാം. എന്നിട്ട് യുണീക്ക് ആയെന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ. യുണീക്ക് എന്നിട്ട് ആ സ്ലഗും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലേ നമുക്ക് സ്ലഗ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ലഗ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ. എന്തിനാണ് യൂസറിൻ്റെ അടുത്ത് വാങ്ങേണ്ട ആവശ്യം, ഇവിടെ തന്നെ സ്ലഗ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. സ്ലഗ് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. നമുക്ക് നോക്കാം കിച്ചൺ. ഓക്കെ, ആ ഫംഗ്ഷൻ ഇതിലില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, യൂസ് ഇല്ലുമിനേറ്റ് സപ്പോർട്ട് STR ഉണ്ടാവും. ഓക്കെ, ഈ STRലൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സ്ലഗ് ക്രിയേറ്റ് ചെയ്യാം. സ്ലഗ് ഓക്കെ, നമുക്ക് ഇവിടെ സ്ലഗ് ക്രിയേറ്റ് ആയി. ഇനി സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ കിച്ചൺ കണ്ടോ, കിച്ചണിൻ്റെ പേരിൽ സ്ലഗ് ക്രിയേറ്റ് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, പക്ഷേ ഇവിടെ യൂണീക്നെസ് ചെക്ക് ചെയ്യണില്ല, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അതപ്പോൾ ഞാൻ ചെയ്യണില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ആ സംഭവങ്ങളെല്ലാം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി ലിസ്റ്റിൽ ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാഷൻ, കിച്ചൺ, ഇലക്ട്രോണിക്സ് ഇതെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണിൻ്റെ സാധനം ഡിലീറ്റ് ചെയ്യാം. അതിൻ്റെ ഐഡി എന്താണ്, 6. അപ്പോൾ 6 ഐഡിയിൽ ഡിലീറ്റ് ചെയ്യാം. സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഡിലീറ്റ് ആയി. ഇനി ഒന്നുകൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ ക്വയറി ഫൗണ്ട് എറർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസോഴ്സ് API. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സെപ്പറേറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ലൈക്ക് ഇവിടെ റൂട്ടിൽ സെപ്പറേറ്റ് റൂട്ടും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ കറക്റ്റ് നെയിം കൊടുത്തിട്ടാണ് ഫംഗ്ഷൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് API റിസോഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും റിസോഴ്സ് API അധികം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഓക്കെ, കാരണം അതിൻ്റെ യൂസ് കേസ് അങ്ങനെ എപ്പോഴും വരില്ല. ചില സമയത്തൊക്കെ നമ്മൾ മാക്സിമം കസ്റ്റമൈസേഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ടാഗിൻ്റെ കൺട്രോളർ ഉണ്ടല്ലോ, ടാഗ് കൺട്രോളർ സാധാരണ ഇപ്പോൾ നമ്മളൊരു ഇവിടെ പ്രൊജക്ട്സിലൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡാറ്റാബേസിൽ ആദ്യം കൺട്രോളർ ഉണ്ടാക്കും. കൺട്രോളർ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ പബ്ലിക് ഫങ്ഷൻ ഗെറ്റ് ഓൾ ടാഗ്സ് എന്നിട്ടൊരു ഫങ്ഷൻ ഉണ്ടാക്കും. എന്നിട്ട് നമ്മളെല്ലാ ടാഗ്സും ഗെറ്റ് ചെയ്യും, അതിൻ്റെ റെസ്പോൺസ് തിരിച്ചയക്കും.
ഓക്കെ. അതേപോലെ ഗെറ്റ് പബ്ലിക് ഫങ്ഷൻ ടാഗ് ഡീറ്റെയിൽസ് എന്നിട്ട് ഇതുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഐ ഡി പാസ് ചെയ്യും. എന്നിട്ട് ഐ ഡി വെച്ചിട്ട് ടാഗ് ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ഫൈൻഡ് ചെയ്ത് ടാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ടാഗ് നോട്ട് ഫൗണ്ട് മെസ്സേജ് റിട്ടേൺ ചെയ്യും. ഓക്കെ. ബാക്കി ഞാൻ ഉണ്ടാക്കുന്നില്ല, ഈ 2 സാധനം ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ. ഇത് വെച്ചിട്ട് ഞാൻ API ഇതിൽ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമുക്ക് ഇതായിരിക്കും ഒന്നുകൂടി കംഫർട്ടബിൾ. ഓക്കെ. മറ്റേതൊരു ഷോർട്ട് കട്ട് ഒരു മാജിക്കും ആയിരിക്കും. നമുക്ക് ഇതിലാവുമ്പോൾ കുറേ കൂടുതൽ കൺട്രോൾ നമ്മളെടുത്തുണ്ട്. ഓക്കെ. ഗെറ്റ് ടാഗ്സ് ടാഗ് കൺട്രോളർ അതിന് ഗെറ്റ് ഓൾ ടാഗ്സ്. അതേപോലെ തന്നെ സ്പെസിഫിക് ടാഗിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ID വെച്ചിട്ട് ഈ സംഭവം. ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോൺ ചെയ്യാം. ഇതെന്താണ്ടായി? ഓക്കെ. റീനെയിം ടാഗ്സ് ഇതിലിപ്പോൾ ഇതൊക്കെ അവിടെ നിന്നോട്ടെ, തൽക്കാലം ഞാനൊന്നും എഡിറ്റ് ചെയ്യണില്ല. ഇൻഡെക്സിനല്ലേ വേണ്ട, ആവശ്യമില്ലാത്തൊക്കെ കളയല്ലേ. ഡിലീറ്റ് ക്രിയേറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പേര് കൊടുക്കുകയാണ്. സെയിം നെയിമിന് അവിടുത്തെ ഫംഗ്ഷൻ്റെ സെയിം നെയിം ഗെറ്റ് ഓൾ ടാഗ്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ എല്ലാ ടാഗ്സും കിട്ടി. അതേപോലെ ഷോല് ടാഗ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ഫംഗ്ഷൻ്റെ പേര്. ഇത് നമുക്ക് എന്താ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ്റെ പേര് പെട്ടെന്ന്. ഓക്കെ. ടാഗ്സ് ഓക്കെ. ടാഗ്സിൽ ID 4 ഉള്ളത്. റൗട്ട് API ടാഗ്സ് ഫോർ നോട്ട് ഫൗണ്ട് കൊടുത്താലോ? നോട്ട് ഫൗണ്ട് അത് റൗട്ട് API ടാഗ്സ് API റൗട്ട് ഇല്ല എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ അതിനർത്ഥം ഇവിടെ വെറും ടാഗേ ഉള്ളൂ. ഓക്കെ. കിട്ടുന്നുണ്ട് പോപ്പുലാർ. ഞാൻ ഇല്ലാത്തൊരു ടാഗ് കൊടുക്കാൻ 213. ഞാൻ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ടാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നിട്ട് കൊടുക്കാൻ. അപ്പോൾ ടാഗ് നോട്ട് ഫൗണ്ട് നല്ല അടിപൊളി എറർ മെസ്സേജ് തന്നില്ല. ഓക്കെ. ഇനി അതേമാതിരി നമുക്ക് ഡിലീറ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്ത് നോക്കുക. ഓക്കെ. പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണത് ഞാൻ ജസ്റ്റ് ക്രിയേറ്റിൻ്റെ മാത്രം കാണിച്ചു തരാം. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ, കാരണം നമുക്ക് അതിൽ ഇമേജ് അപ്ലോഡ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ.